ചേട്ടത്തി എന്താ മാങ്ങ തിന്നുന്നേ? വിശേഷം വല്ലതും ഉണ്ടോ? ഇതേ ഒരു കാര്യം അറിഞ്ഞോ? എന്താ ചേച്ചി? നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ടാകാൻ പോകുന്നു. നേരോ? ആ കതിരിന്റെ പരുവം കണ്ടിട്ട് വിളവ് വളരെ കേമമായിരിക്കുന്ന അച്ഛാ, രാധിക കുഞ്ഞ് അമ്മയാകാൻ പോകുന്നു. ഈശ്വര, ഒരു കൊച്ചു കാല് കാണാനുള്ള എന്റെ പ്രാർത്ഥന ഫലിച്ചു. വലിയ കലത്തിൽ വെള്ളം അടുത്ത് വെച്ചോണ്ടിരുന്നിട്ട് എന്തായി? എന്റെ മോളെന്താ മലടി? കുറുപ്പേ, നമ്മുടെ ജോലിക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇന്ന് തന്നെ കൊടുക്കണം. അല്ല, ഇപ്പൊ തന്നെ. ഉള്ള ഏർപ്പാടിയാ. ഇതിക്കുള്ളൊരു സന്തോഷം ഈ കുടുംബത്തിന് വരാനാണ്. കാർത്തിയാനി, വിശേഷം അറിഞ്ഞോ? എന്താ കുഞ്ഞ്? രാധിക ചേച്ചി അമ്മയാകാൻ പോകുന്നു. ആ, നാളെ മുതൽ കുഞ്ഞിവിടെ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. അതിനിവിടെ ജോലിക്കാരില്ലേ? ആഹാരം നല്ലപോലെ കഴിക്കണം. ചിലപ്പോൾ വേണ്ടെന്ന് തോന്നും, ഛർദിച്ചെന്നും വരും. കുഞ്ഞ് അതൊന്നും കാര്യമാക്കണം. ഓഹോ, ഇതാണോ കാര്യം? എടി ഗീത, നീ ആള് കൊള്ളാലോടി. കാള പെറ്റൂന്ന് കേട്ട ഉടനെ നീ കയറെടുത്തു അല്ലേ? ഈ ഉപദേശമൊന്നും എനിക്കല്ല തരേണ്ടത്. അല്ലേ, ഈ കുഞ്ഞെന്തോ നീ പറഞ്ഞു പോയത്? ആ, എനിക്കറിയാൻ മേല. ഇതാണ് ഈ വീട്ടിലെ ഗർഭിണി. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങോട്ട് പറയാം. ഈ കൊച്ചിനാണോ ഗർഭം? പെണ്ണുങ്ങൾക്കല്ല ഓരോ കൈലിമുണ്ട്, ഓരോ തോർത്തൂടെ ഇങ്ങോട്ട് കുറുപ്പേ. എന്നാ കൈലിമുണ്ടും തോർത്തും. പിള്ളേർക്കല്ല ഒരു പലഹാരപ്പൊതി. എടാ, ഒരാളിനെ പോലും വിട്ടുപോരുത്. ഇല്ലേ? അപ്പൊ മതി പോ. അപ്പൊ കുറുപ്പേ, നമുക്ക് കൂടെ ആഘോഷമൊന്നും വേണ്ടേ? നമുക്കിവിടെ ഒരു പാൽപ്രസവം ചെയ്യണം. ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമോ? എന്താ മോളെ? രാധിക കുഞ്ഞിനല്ല, ജയമ്മയ്ക്കാണ് വിശേഷം. വലിയ ചതിയായിപ്പോയല്ലോ അങ്ങന്നേ. ആ അബദ്ധം പറ്റി പോലും അധിക പ്രസംഗി. ഇവിടെ കൈലിയും വേണ്ട, കുറിയാനും വേണ്ട, പലാവും വേണ്ട. ആ കുട്ടപ്പനെ തിരിച്ചു വിളിച്ചു. ആ കാശിനെ വിളിക്കാൻ പറ. എത്ര ഞാൻ തിരിച്ചു വിളിക്കുന്നത്? ഈ പെണ്ണ് മണ്ണത്തിന് പറഞ്ഞ ആളുകളെ പറ്റിച്ചെന്നേ. എന്താ പറഞ്ഞു? രാധിക കുഞ്ഞിന് നല്ല ഗർഭം. പിന്നെ ആർക്കാണോ? ആർക്ക് ഗർഭം വേണമെന്ന് ആ പ്രവാരമുള്ള സാർ ആഗ്രഹിച്ചത്? സാറിന് ഗർഭമൊന്നും ഉണ്ടാകത്തില്ല, സാറിന് മോക്കാണ്. അപ്പൊ എന്റെ മകള് തന്നെ ജയിച്ചോന്ന് പറ കേട്ടോ. രാധാകൃഷ്ണ, നിന്റെ ഓച്ചൻ കാര്യസം പറഞ്ഞത് കേട്ടോ. നിന്റെ ഭാര്യ ഗർഭിണി ആയാലും ആർക്കും ഒന്നും കൊടുക്കേണ്ടതില്ലെന്ന്. ഞാൻ കുട്ടപ്പനെ കൂടെ മടക്കി വിളിച്ചിട്ടേ അവന്റെ കയ്യിലുള്ള കാശ് മേടിക്കും. നമുക്കിന്നൊന്ന് ആഘോഷിക്കണം. പപ്പു കുറുപ്പേ, നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ. ഈ കുടുംബത്തിൽ ഒരു പുതിയ സന്തതി ഉണ്ടാകാൻ പോകുന്നു. രാധിക പ്രസവിക്കുന്ന കുട്ടിക്കും ജയമ്മ പ്രസവിക്കുന്ന കുട്ടിക്കും ഞാൻ തന്നെയാണ് അപ്പൂപ്പൻ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. പെൺകുഞ്ഞേറ്റാ, ഞാൻ അപ്പൂപ്പനായി. നനച്ചിറങ്ങിയാൽ കുളിച്ചു കാരണം മനുഷ്യനായ ശക്കലം ധൈര്യമൊക്കെ വേണം. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്താലെന്താ? വരട്ട് ധൃതി വെക്കാതെ. അല്ലേ? ആരാ? എന്താണാ? ഒരു കാളയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗോപി സാറില്ലേ ഇവിടെ? ഗോപി സാറോ? ഇവിടെ കാള വെക്കാൻ വരുന്നവരെ ഗോപി സാറിനെയുള്ള അന്വേഷിക്കുന്നത്. നിനക്ക് ഇവിടെ ഒരു വാലിക്കാരന്റെ സാധനം പോലും ഇല്ലടാ. കാള വാങ്ങിക്കാൻ ഗോപി സാറാണോ? നിന്നോട് ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു കേട്ടതാ. എന്നാ കേട്ടോ, ഗോപി ഇവിടുത്തെ സംബന്ധക്കാരനാ. ഞാൻ ആ രാജേന്ദ്ര പണിക്കരുടെ മകൻ. അങ്ങനെ ചുണയായിട്ട് പറ, ഇല്ലെങ്കിൽ എന്റെ മോള് നിന്നെ ഇട്ടു അവളുടെ പോക്കിന് പോകും. അട്ടെ, ഈ കാളയ്ക്ക് എന്ത് വേണം? ഇവിടത്തേക്ക് ആയതുകൊണ്ട് 800 രൂപ തരാം. 800. ഒരു കാര്യം ചെയ്യേ, ആ തൊഴുത്തിലോട്ട് കയറ്റി കെട്ടിച്ചു പോക്കോ. നാളെ രാവിലെ ഒന്ന് പണം വാങ്ങിച്ചു. അമ്പാരിപ്പനും മരുമനും കൂടെ കച്ചവടം നടത്തിയത് ഇതിനെ ഞാൻ വാങ്ങിച്ചു. അയാളെ അല്ലെന്ന് അയാളെ കൊണ്ടുവന്ന കാളെ ഞാൻ വാങ്ങിച്ചു. കാലത്ത് വരുമ്പോ 800 രൂപ ആയി കൊടുത്തേക്കണം. അയ്യോ, ഈ കാള നോക്കുന്നില്ല. ഈ ചുഴിക്കുറ്റുള്ള കാളയാ. ഇത് നമ്മുടെ എരിവപ്പറമ്പിൽ ആഘോര കാളയല്ലയോ? കണ്ടോ, ഇവൻ കയർ ഊരിപ്പോയി കഴിഞ്ഞ കൊല്ലം 4 പേരെ കുത്തിക്കൊന്നവനാ. അപ്പൊ അവൻ നമ്മുടെ വർഗമാണല്ലോ. അതുകൊണ്ടാ ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞത്. ഒരു മുതലാളി നമ്മുടെ കൈവശമുള്ളപ്പം ഇനി ഒരു കാളെ കൂടെ വേണോ? കുറുപ്പേ, തന്റെ ഈ 2 മുന വെച്ചുള്ള സംസാര രീതി ഉണ്ടല്ലോ. കുറുപ്പേ,
താൻ അധികം ഭരിക്കണ്ട. കാളയ്ക്ക് ഞാൻ അവരെ പറഞ്ഞത് വാക്കുമാറ്റാൻ സാധ്യമല്ല. കുഞ്ഞെന്ത് പറഞ്ഞാലും ശരി, ഈ കാളെ ഈ തൊഴുത്ത് കിടാൻ ഞാൻ സമ്മതിക്കുന്നു. ഉറപ്പേ, ഞാൻ വാക്ക് കൊടുത്താണെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ തന്നെ. ഏതാ ഉറപ്പേട്ട ഈ കാള? അയ്യോ, നമ്മളെ എരുവപ്പുറമ്പിലെ കൊലയാളി. അതിന് 800 രൂപ വീട്ടിലേക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞ് ഒരേ പിടിവാശി നിൽക്കുക. എന്റെ വീട്ടിലേക്ക് ഒരു കാളയെ വാങ്ങാൻ എനിക്കൊരു പട്ടിയുടെ അനുവാദം ആവശ്യമില്ല. അത് നേരാ. കുഞ്ഞിന് അനുവാദം കൂടാതെ ഒരു പശുക്കിടാവിനെങ്കിലും തന്ന ഒരു പട്ടി ഇവിടെ ഉള്ളപ്പം വേറെ പട്ടിയുടെ അനുവാദം ചോദിക്കണോ? കുറിപ്പിയേട്ടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? കാളെ വാങ്ങിച്ച് പണം കൊടുത്തേക്കൂ. ഇങ്ങനെ പടിപടിയായിട്ട് മുമ്പോട്ട് പോയാൽ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത്. അത് ശരിയാ. ഇങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് പോയാൽ സെൻട്രൽ ജയിലിൽ തന്നെ എത്തും. താന്റെ രാധികേ, രാധികേ, അപ്പുറത്ത് കുഞ്ഞു കിടന്ന് കരയുന്നു. എന്താണെന്ന് നോക്കൂ. അവർ രണ്ടുപേരും നല്ല ഉറക്കം. ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവരറിഞ്ഞതേയില്ല. മോളിനി ഇവിടെ കിടന്നുറങ്ങിക്കോ. നീയാണ് സാക്ഷാൽ അമ്മ. ഇനി ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞായി വളരട്ടെ. മോള് പതുക്കിയിരുന്നായിരുന്നു. അമ്മ പോയി ജോലി നോക്കും. മോളെ, അല്ല, പാടത്തേക്ക് ഇതുവരെ പോയില്ല. നല്ല ചോദ്യം. തരാനുള്ള തരാതെ പോകാൻ പറ്റുമോ? അയ്യോ, ഗീത അപ്പുറത്തുണ്ട്. അവൾ ഇങ്ങോട്ടൊന്നും വരില്ലെന്നേ. നല്ല ചൂട്. തീ ഊതിയത് കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പോട്ടെ. പോകുന്നത് അമ്പിളി കാണണ്ട. കണ്ട എന്നത്തെ സർവ്വ പണിയും മുടങ്ങും. അതൊക്കെ ഞാൻ പൊയ്ക്കൊള്ളാം. രാധികേ, എന്റെ ചെരുപ്പ് എവിടെ? ഇതിനിടെ ചെരുപ്പെടുക്കാനായി വന്നു. എടി മോളെ, നീ ഇവിടെ ഇരിക്കുകയാണോ? വന്നാട്ടെ. ഓടിവാ 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 ഓടിവാ. അച്ഛൻ മോളെ പറ്റിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. മോൾ അച്ഛനെ പറ്റിച്ചു. വേണ്ട മോളെ, വലിയ ചൂടായിരിക്കും. നേരാ. മോൾ അച്ഛനൊരു ഉമ്മ കൊടുത്തേ. മോളെ, അപ്പൂപ്പനൊരു ഉമ്മ. അത്രയ്ക്കായോ? ശ്രീകരൻ അതെങ്ങനെ വേണ്ടാത്തെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ മൂശേട്ടാ? എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ സഹായിക്കുന്നത്? അതിന് തിരിച്ചറിവുണ്ടോ? എന്തൊരു സ്നേഹം. ആ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ. കൊച്ചിനെ പുന്നാരിച്ച് വശത്താക്കി സ്വത്തുക്കൾ അടിച്ചെടുക്കാനുള്ള പ്ലാനല്ലേ? സ്വത്ത് സ്വത്ത് സ്വത്ത്. 24 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒറ്റ വിചാരമേ ഉള്ളൂ. അല്ല, പിന്നെ ഞാൻ കാശിക്ക് പോണതിനെ പറ്റി വിചാരിക്കാം. രാധികെ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞാൻ മകന് വെട്ടാനെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കടത്തി വെട്ടരുത്. ഞാൻ ആള് മഹാജീത്തയാ. എന്താ ഇത്? ഏത് നേരത്തെ ഈ വീട്ടിൽ അലസന്റെ കേൾക്കാനുള്ളല്ലോ. നീ ഊരി വെട്ടി നടന്നോ? തിരിച്ചു വരുമ്പോഴേ ആട് കിട നേരത്ത് പൂട പോലും കാണത്തില്ല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ പറയുന്നെന്ന്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തും പോവും, കൊച്ചും പോവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലായിരിക്കും. കാണിച്ചു തരാം. മോളെ, മോളുടെ അച്ഛന്റെ പേരെന്താ? ഗോപി. അമ്മയുടെ പേരോ? മനസ്സിലായോ? കാര്യത്തിന്റെ കിടപ്പ് എവിടെയാണെന്ന് നിനക്ക് വിടി കിട്ടിയോ? നാളെ സ്വത്തിന് വേണ്ടി കേസ് കൊടുക്കേണ്ടി വന്നാൽ കോടതിയിൽ ഈ കൊച്ചി ഇതേ വാചകം പറയും. നിങ്ങൾ സിനിമയും പവർ ഷോയും ഡോക് ഷോ ആയിട്ട് നടന്നോ? ബുദ്ധിയുള്ളവർ നാളത്തേക്ക് കരുതും. അങ്ങനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേ. അവൾ എന്റെ മോളാ.